എപ്പിസോഡിന്റെ തുടക്കത്തിൽ ലീയും എസ് കൺസ്ട്രക്ഷന്റെ ചെയർമാനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നിനക്കിന് ഓർമ്മയുണ്ടോ? ടെസിക്കിന്റെ ട്രയൽ നീയല്ലേ നോക്കാനായിട്ട് പോകുന്നത്? അതിനെക്കുറിച്ചൊന്നും എന്നോടാരും പറഞ്ഞില്ലല്ലോ. അവരെന്തായാലും പറയും. അവനും ഒരു കാർഡ് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പണം ഇതിലുണ്ട്, നിനക്ക് എത്ര വേണമെങ്കിലും ചെലവാക്കാം. അവന്റെ ട്രയലില് അവന് പരമാവധി ശിക്ഷ കുറച്ചു കൊടുക്കണം. ഈ കാർഡൊന്നും എനിക്ക് വേണ്ട, അതാരെങ്കിലും കണ്ടുപിടിച്ചാലോ, എനിക്ക് ക്യാഷ് തന്നാ മതി എന്ന് പറഞ്ഞിട്ട് അവൻ പോകുന്നുണ്ട്. അയാളെ കണ്ട കാര്യം വില്ലൻ ജഡ്ജിനോട് പറയുന്നുണ്ട്. അയാൾ എനിക്കൊരു കാർഡൊക്കെ ഓഫർ ചെയ്തിട്ടുള്ളതാണ്. അയാൾക്കൊരു ക്ഷമയും ഇല്ലല്ലോ. നിങ്ങളോട് ചോദിച്ചിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് ഞാൻ കരുതി. നിനക്ക് ഇഷ്ടമുള്ള പോലെ വിധി നിനക്ക് തീരുമാനിക്കാം. ആ ഷാഡോ ഗവൺമെന്റ് ഞാൻ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇവരെ എല്ലാവരെയും തുടച്ചു നീക്കാനുള്ളതാണ് എനിക്ക്. ആ ബാങ്കിലെ ഒരു സ്റ്റാഫ് വില്ലൻ ജഡ്ജിനെ വിളിക്കുന്നുണ്ട്. ആ ടെസിക്കിന് കള്ളപ്പണം ആളുടെ പേരിൽ കൂടാതെ മറ്റുള്ളവരുടെ പേരിലും കുറച്ച് പണം നിക്ഷേപിച്ചിട്ടുണ്ട്. ആ പണം നിങ്ങൾക്കെടുത്ത് തരാം, പക്ഷെ നിങ്ങൾ എനിക്ക് പ്രൊട്ടക്ഷൻ തരണം. അത് വില്ലൻ ജഡ്ജും സമ്മതിക്കുന്നുണ്ട്. ടെസിക്കിന് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാനാണ് ഇയാളും ശ്രമിക്കുന്നത്. ആ സമയം എസ് കൺസ്ട്രക്ഷൻ ചെയർമാൻ മറ്റൊരു പ്ലാനിങ് ചെയ്യുന്നുണ്ട്. അയാളുടെ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് ഈ കുറ്റമെല്ലാം ഇയാളോട് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നുണ്ട്. പക്ഷെ അയാൾക്ക് ജയിലിൽ പോകാനായിട്ട് ഒരു താല്പര്യമില്ല. എത്ര പണം വേണമെങ്കിലും കൊടുക്കാനായിട്ട് ഇയാൾ തയ്യാറാണ്. അയാള് മോഹവാക്കുകളൊക്കെ പറഞ്ഞ് ഈ അസിസ്റ്റന്റിനെ കയ്യിലെടുക്കുന്നുണ്ട്. പക്ഷെ അയാൾക്ക് അതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. ഇവിടെ ലീയുടെ ഭാവി അമ്മായിയച്ഛനും സിഹിയോട് ടെസിക്കിന്റെ കേസിനെ കുറിച്ച് പറയുന്നുണ്ട്. അയാളുടെ ഭാഗം വാദിക്കുന്നത് ഇവരുടെ വക്കീലാണ്. ആ ജഡ്ജി ലീയാണ് അസോസിയേറ്റ് ജഡ്ജായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അസോസിയേറ്റ് ജഡ്ജാണെങ്കിലും അവസാനത്തെ വിധി പ്രഖ്യാപിക്കാനായിട്ട് പോകുന്നത് അവനാണ്. ഒരു ടീമിനെ രൂപീകരിച്ച് ടെസിക്കിന്റെ കേസ് നീ ഏറ്റെടുക്കണം. അത് കേൾക്കുമ്പോ അവൾക്ക് സന്തോഷാവുന്നുണ്ട്. ശരിക്കും എന്നോട് തന്നെയാണോ ഇത് പറയുന്നത്? ഇവൾക്ക് അങ്ങനെ കേസിന്റെ കാര്യങ്ങളൊന്നും അച്ഛൻ കൊടുക്കാറില്ല. ഇക്കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലീയുടെ അടുത്തേക്ക് അവളും പോകുന്നുണ്ട്. എന്നെ ഒന്ന് സഹായിക്കണം. നീ ഈ കേസ് ഏറ്റെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ടെസിക്കിന്റെ കൂടെ തന്നെ അയാളുടെ അച്ഛന്റെ കള്ളപ്പണത്തെ കുറിച്ചും എന്തായാലും റിപ്പോർട്ടുകൾ പുറത്തു വരും. മൊത്തത്തിൽ എസ് കൺസ്ട്രക്ഷൻ തന്നെ ഇല്ലാതാകാനായിട്ട് പോവുകയാണ്. അവരെ പിടിച്ച് വാദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ റെപ്യൂട്ടേഷനും അത് സാരമായിട്ട് ബാധിക്കും. അതുകൊണ്ട് ഇതിൽ നീ ഇൻവോൾവ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ആ സമയം ചീഫ് ജസ്റ്റിസ് ആയിട്ട് ബേക്ക് ചുമതല ഏൽക്കുന്നത് ടിവിയില് ലീയും കാണുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് മീഡിയക്കാരി അവളുടെ കൊളീഗിനെ വിളിച്ചുകൊണ്ട് ഷാഡോ ഗവൺമെന്റിന്റെ ഹാപ്പിനെസ് ഫൗണ്ടേഷൻ അവിടെയുള്ള ഓഫീസിലേക്ക് പോകുന്നുണ്ട്. അവിടെ അതിന്റെ ചെയർമാനായ കങ്ങിന്റെ കമ്പ്യൂട്ടറിൽ നിന്നും കുറച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരും പോകുന്നത്. ഇതിന്റെ പിന്നില് ആ മുമ്പത്തെ പ്രസിഡന്റ് ആണെന്ന് ഇവർക്ക് വരുത്തി തീർക്കണമായിരുന്നു. വന്ന ആളും അവിടുത്തെ പാസ്വേഡ് അടിച്ചു നോക്കുമ്പോ അത് വെറും 12345 എന്ന പാസ്വേഡ് ആയിരുന്നു. പെട്ടെന്ന് തന്നെ അത് ഓപ്പൺ ആകുന്നുണ്ട്. അങ്ങനെ അതിനകത്തുള്ള ഡീറ്റെയിൽസ് അവരെടുക്കുന്ന സമയമാണ് അവിടേക്ക് സെക്യൂരിറ്റി വന്ന് സെർച്ച് ചെയ്യുന്നത്. അവരിവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്. അയാൾ പോയതിനു ശേഷം ആ കമ്പ്യൂട്ടറിനകത്തുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവര് ഒരു പെൻഡ്രൈവിൽ ആക്കുന്നുണ്ട്. അത് ലീക്കും അയച്ചു കൊടുക്കുന്നുണ്ട്. അക്കാര്യം പാർക്കിനെ ഇവൻ വിളിച്ചു പറയുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പാർക്കും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ റിപ്പോർട്ട് അയാളുടെ സീനിയറിന് അയാൾ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് മുഴുവൻ അഴിമതിയാണ്. ഇതിനകത്ത് വരുന്ന മിക്കവാറുള്ള ഫണ്ട് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റാത്ത അക്കൗണ്ടിൽ നിന്നിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതൊന്നും വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് സുപ്പീരിയറും പറയുന്നുണ്ട്. അത് കേട്ട് അവനും ദേഷ്യമാകുന്നുണ്ട്. ഇതിനകത്ത് ഒരു അക്കൗണ്ട് നിങ്ങളുടേത് മറ്റോ ആണോ എന്ന് ചോദിക്കുമ്പോൾ അയാൾക്കും ദേഷ്യം വരുന്നുണ്ട്. നിങ്ങളുടെ കരിയർ ഇപ്പൊ തന്നെ അവസാനിക്കണം. പിന്നെന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? ഇതിനെക്കുറിച്ച് എന്തുകൊണ്ട് അന്വേഷിക്കാത്തത്? ഞാനൊന്നും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. പിന്നെ ആരാണ് ഇതിന്റെ പിന്നിലുള്ളത്? അതെന്തിനാ നീ എന്നോട് ചോദിക്കുന്നത്? നിനക്ക് നിന്റെ ജോലി വേണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് നീ ഇപ്പൊ തന്നെ നശിപ്പിച്ചു കളയണം. പാർക്കിനും ഒരുപാട് വിഷമമാകുന്നുണ്ട്. അവനും വിഷമിച്ച് ലീയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇവിടുത്തെ സിസ്റ്റം ഒന്നും തന്നെ ശരിയല്ല. ഞാൻ ഗസ് ചെയ്യാം, നിന്റെ ജോലി പോകുമെന്ന് സുപ്പീരിയർ നിന്നെ ഭീഷണിപ്പെടുത്തിയല്ലേ? നീ ഇത് കേൾക്കുന്നുണ്ടായിരുന്നോ? അതെനിക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അടുത്ത ആള് ദേ വരുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോ മീഡിയക്കാരി അവിടേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, ഞാനൊരു ന്യൂസ് എഴുതിയിട്ടുണ്ടായിരുന്നു ഹാപ്പിനെസ് ഫൗണ്ടേഷനെ കുറിച്ച്. പക്ഷെ എന്റെ ന്യൂസ് ഒന്ന് വായിച്ചു നോക്കാൻ പോലും അവര് കൂട്ടാക്കിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നുണ്ട്. ഇതിന്റെ മെയിൻ കാരണം മുൻപത്തെ പ്രസിഡന്റ് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാരണത്താലാണ്. കാരണം ആൾക്കാർക്ക് എല്ലാവർക്കും അയാളെ വലിയ വിശ്വാസമാണ്. ഇങ്ങനെയൊരു ന്യൂസ് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അതാരും വിശ്വസിക്കില്ല. ഇതിന് നമുക്കൊരു മാറ്റം വരുത്തണം. നിന്റെ സുപ്പീരിയർ ആയാലും ന്യൂസിന്റെ ഓണർ ആയാലും ഈ ഹാപ്പിനെസ് ഫൗണ്ടേഷന്റെ അഴിമതി പുറത്തു കൊണ്ടുവരാനായിട്ട് നിർബന്ധിതരാകും. എന്നാൽ മാത്രമേ മൊത്തത്തിൽ നമുക്ക് ഇത് തകർക്കാനാകൂ. ഇക്കാര്യം വില്ലൻ ജഡ്ജിന്റെ സെക്രട്ടറി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പാർക്ക് ഹാപ്പിനെസ് ഫൗണ്ടേഷന്റെ കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ അവൻ നമ്മുടെ വഴിക്ക് വരുമെന്ന് ഒരു പ്രതീക്ഷ എനിക്കില്ല. ഇതിനു മുന്നേയും അവൻ എനിക്ക് മുന്നിൽ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോ എന്താ ചെയ്യാനായിട്ട് പോകുന്നത്? അവൻ ഇതിന്റെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോവുകയാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്തതെന്നേ എല്ലാവരും കരുതൂ. ഞാൻ അവനോട് നേരിട്ട് സംസാരിച്ചു നോക്കാം. അങ്ങനെ പാർക്കിനെ വില്ലൻ ജഡ്ജും വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നതല്ലേ? എനിക്കറിയാം നിങ്ങൾ ആരാണെന്ന്. നീതി നമുക്ക് കിട്ടണമെങ്കിൽ ആരെങ്കിലും ബലി കൊടുക്കേണ്ടതായിട്ട് വരും. നീതി എന്ന് വെച്ചാൽ നിനക്ക് എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ പാർക്കും ക്രിമിനൽസിനെ അടച്ചു വെക്കുക, ഒരു എക്സെപ്ഷൻസും അവർക്ക് കൊടുക്കരുത്. അത് കൊള്ളാം, ഞാനൊരു സഹായം ചെയ്യാം. നീ ആ ഹാപ്പിനെസ് ഫൗണ്ടേഷന്റെ പിന്നിലാണെന്ന് എനിക്കറിയാം. അവിടുത്തെ അഴിമതികള് പുറത്തു കൊണ്ടുവരാനും അവിടുത്തെ ചെയർമാനെ അറസ്റ്റ് ചെയ്യാനും നിനക്ക് ഞാനൊരു അവസരം തരാം. അത് മതിയാകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതേ കാര്യം ലിയോട് പോയി പാർക്കും പറയുന്നുണ്ട്. ഇതിന്റെ അർത്ഥം ആ ചെയർമാനെ ഇതിൽ കൊടുക്കാനാണ് ഇയാളുടെ പ്ലാൻ. നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്തേ മതിയാകൂ. അതിന് വേണ്ടിയിട്ട് ലിയും ഒരാളെ പോയി കാണുന്നുണ്ട്. അയാൾ ഒരു മന്ത്രിയാണ്, ഇപ്പോൾ ഭരിക്കുന്ന മന്ത്രി. അയാള് വില്ലൻ ജഡ്ജിന് എതിരെ
എതിരായിട്ട് നിൽക്കുന്ന ആളാണ്. ലിയം എല്ലാ കാര്യങ്ങളും അയാളോട് പറയുന്നുണ്ട്. നിങ്ങളുടെ ലക്ഷ്യവും മുൻപത്തെ പ്രസിഡന്റ് ആണെന്ന് എനിക്കറിയാം. അയാളെ തകർക്കുകയല്ലേ നിങ്ങളുടെ ഉദ്ദേശം? അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ഹാപ്പിനെസ് ഫൗണ്ടേഷന്റെ അഴിമതികൾ പുറത്തു കൊണ്ടുവരണം. ആ ഒരു മുൻപത്തെ പ്രസിഡന്റിന്റെ മറ്റൊരു മുഖം ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം. പക്ഷെ അയാളെ പോലുള്ള ഒരാള് ഈ ഒരു ചെറിയ കാര്യം കൊണ്ട് വീഴുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് ലിയം പറയുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാനൊരു ഉപകാരം ചെയ്തു തരാം. മുമ്പത്തെ പ്രസിഡന്റിന്റെ അഴിമതികൾ പുറത്തു കൊണ്ടുവരുന്ന നിങ്ങള് അടുത്ത തിരഞ്ഞെടുപ്പിൽ ആദ്യത്തെ 10 കാൻഡിഡേറ്റ്സിൽ ഒരാളായിരിക്കും. ജനങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് മുൻപത്തെ പ്രസിഡന്റിനെ കുറിച്ചും ആ ഒരു ഹാപ്പിനെസ് ഫൗണ്ടേഷന്റെ അഴിമതിയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തെളിവ് സഹിതം അയാൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ അയാൾക്കും ഇക്കാര്യത്തിൽ നല്ല ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട്. അങ്ങനെ അയാളും ഒരു പ്രസ് കോൺഫറൻസ് നടത്തി ഇതിൽ വിക്ടിം ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്. ഒട്ടും ഗതിയില്ലാത്ത ആൾക്കാര് ഈ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ഒരുപാട് പണം ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മുത്തശ്ശനും വന്നിരുന്ന് പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് സമയം പണിയെടുത്തിട്ടുണ്ടായിട്ടുള്ള കാശാണ് ഞാൻ ഇതിനു വേണ്ടി ചെലവാക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് വെറുതെ ആയി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് അയാൾ ഇരുന്ന് കരയുന്നുണ്ട്. മന്ത്രിയും അയാളെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണ് ആ ഫൗണ്ടേഷന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ദൂർത്തടിക്കാൻ വേണ്ടിയിട്ട് അവരെടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാനും ചോദിക്കുന്നത്, മുൻപത്തെ പ്രസിഡന്റ് നിങ്ങളോടാണ്. ഈ ഫൗണ്ടേഷനുമായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധം? തെളിവുകൾ പറയുന്നത് 10% ഫണ്ടും മാസാമാസം അറിയപ്പെടാത്ത അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. അത് നിങ്ങളുടേതല്ലേ? ആ അക്കൗണ്ടിൽ ആരുടെയൊക്കെ പേരുണ്ട്? ഞങ്ങൾക്ക് ഉത്തരം തരണം. ആരുടെ അക്കൗണ്ടിലേക്കാണ് ആ പണം മുഴുവൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് അയാളും ചോദിക്കുന്നുണ്ട്. മുൻപത്തെ പ്രസിഡന്റും ഈ ന്യൂസ് കാണുന്നുണ്ട്. അയാൾ വളരെ അസ്വസ്ഥനാണ്. ആ സമയം വില്ലൻ ജഡ്ജും ഈ ഒരു ഹാപ്പിനെസ് ഫൗണ്ടേഷന്റെ ചെയർമാനായിട്ടുള്ള വ്യക്തിയും മുൻപത്തെ പ്രസിഡന്റ് അടുത്തേക്ക് വരുന്നത്. മുൻപത്തെ പ്രസിഡന്റ് അയാൾ ഒരുപാട് ശപിക്കുന്നുണ്ട്. മറ്റേയാളും എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് കെഞ്ചുന്നുണ്ട്. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുക എന്ന് മുമ്പത്തെ പ്രസിഡന്റ് ചോദിക്കുമ്പോ നമുക്ക് എന്തായാലും സെർച്ച് വാറന്റ് ഒന്നും വരാനായിട്ട് പോകുന്നില്ല. മെയിൻ പ്രോസിക്യൂട്ടർ നമ്മുടെ കയ്യിലാണ്. അയാള് നമ്മൾ പറയുന്നതേ കേൾക്കൂ. മീഡിയയെ എന്ത് ചെയ്യും അത് ഞാൻ നോക്കിക്കൊള്ളാം. ആ മന്ത്രി ഉണ്ടല്ലോ, അവനെ നേരത്തെ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു. അവനെ നശിപ്പിക്കണം എന്ന് വില്ലൻ ജഡ്ജിനോടും അയാൾ പറയുന്നുണ്ട്. ആ സമയം ഹാപ്പിനെസ് ഫൗണ്ടേഷന്റെ ചെയർമാൻ ഒരു കോള് വരുന്നുണ്ട്. അയാളുടെ ഓഫീസില് പോലീസുകാര് സെർച്ച് ചെയ്യുകയാണ്. പാർക്കും കൂട്ടരും സെർച്ച് വാറന്റുമായി ആ ഒരു ഓഫീസിലേക്ക് വരുന്നുണ്ട്. അവരവിടെയെല്ലാം അരിച്ചു പറക്കുന്നുണ്ട്. എന്തൊക്കെയാടോ ഈ സംഭവിക്കുന്നതെന്ന് മുൻപത്തെ പ്രസിഡന്റ് ചോദിക്കുന്നുണ്ട്. അവിടെ സെർച്ച് ഒന്നും വരില്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇവരും ടിവിയിലെ ന്യൂസ് നോക്കുമ്പോ ഈ ഫൗണ്ടേഷന്റെ 7 സ്ഥലത്താണ് പോലീസുകാരും പരിശോധന നടത്തിയത്. ഇവരും വലിയ വലിയ ആൾക്കാരെ വിളിച്ചു ചോദിക്കുന്നുണ്ട്. ആ വാറന്റ് പിൻവലിക്കാനായി അയാൾ പറയുമ്പോ അയാൾക്കത് സാധിക്കില്ലെന്നാണ് പറയുന്നത്. പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവര് സെർച്ച് ചെയ്യാനായിട്ട് പോയതെന്നാണ് ഇവർക്ക് കിട്ടിയ വിവരം. കാര്യങ്ങളെല്ലാം ഇവരുടെ കയ്യിൽ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള പല തെളിവുകളും മുൻ പ്രസിഡന്റിന് എതിരായിരുന്നു. അങ്ങനെ അയാളുടെ മറ്റൊരു മുഖം ജനങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ലിയും ന്യൂസ് കാണുന്നുണ്ട്. അവനും ഒരു പ്ലാൻ ഇടുന്നുണ്ട്. അടുത്ത് വില്ലൻ ജഡ്ജിന്റെ ഊഴമാണ് എന്ന് പറഞ്ഞിട്ട് അവൻ പല മീഡിയയിലേക്കും ചില ന്യൂസുകൾ കൈമാറുന്നുണ്ട്. അത് മുൻ പ്രസിഡന്റിനെ കുറിച്ചാണ്. അയാളുടെ ഒരുപാട് തെളിവുകൾ വില്ലൻ ജഡ്ജ് ഇവന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇവൻ മീഡിയയ്ക്ക് കൈമാറി. ആ സമയം ലീയുടെ മുൻപത്തെ അമ്മായിച്ചനും ഈ ഒരു മുൻപത്തെ പ്രസിഡന്റിനെ കുറിച്ച് അറിയുന്നുണ്ട്. ഇവിടെ ഇതിപ്പോ എന്താ സംഭവിക്കുന്നത്? മുൻപത്തെ പ്രസിഡന്റിനെ ചോദ്യം ചെയ്യാനായിട്ട് പോവുകയാണ്. ആ സമയം മോനും അത് നല്ല ന്യൂസ് ആണ്. ആ ടെസിക്കില്ലേ, അയാളുടെ കേസ് വാദിക്കുന്നത് നമ്മളല്ലേ. ഈ ന്യൂസ് വന്നത് അയാൾക്ക് ഗുണം ചെയ്യും. മുൻപത്തെ പ്രസിഡന്റ് വില്ലൻ ജഡ്ജിനോട് സംസാരിക്കുന്നുണ്ട്. ആ നാമില്ലേ, അയാൾ എന്നോട് വന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ലീയെ കുറിച്ച്. അവനെ വിശ്വസിക്കരുതെന്നാണ് അയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ എന്താ അതിനെ കുറിച്ച് പറയുന്നത്? ചീഫ് ജസ്റ്റിസിന്റെ സ്ഥാനത്തേക്ക് നാമിനെ കൊണ്ടുവന്നത് നിങ്ങളല്ലേ? അത് അയാളുടെ മകൻ പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്നിരുന്നാലും ഞാനൊരു കാര്യം നിന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ താഴേക്ക് വീണാൽ നീയും വീഴും. അത് കേട്ട് വില്ലൻ ജഡ്ജും ഈ ഷാഡോ ഗവൺമെന്റ് നിങ്ങളുടേതാണ്, നിങ്ങളുടെ മാത്രം എന്ന് അയാളെയും പുകഴ്ത്തുന്നുണ്ട്. വില്ലൻ ജഡ്ജിന് അറിയാം ഇയാളെ പിണക്കുന്നത് ശരിയല്ലെന്ന്. ആ സമയം മുൻപത്തെ പ്രസിഡന്റിന്റെ ഫ്രണ്ടായ ഒരു മന്ത്രവാദിനി അവിടേക്ക് വരുന്നുണ്ട്. അവരോട് അയാളും ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയ ഒരാളില്ലേ, അയാളുടെ മുഖം കണ്ടിട്ട് അയാൾ എന്നെ ചതിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളല്ലേ അവനെ ചൂസ് ചെയ്തത്, അതുകൊണ്ട് അവനെ വിശ്വസിക്കുന്നതാണ് നല്ലത്. ഇവിടെ വരുന്ന എല്ലാവരും ഉള്ളില് വളരെ വിഷയമുള്ളവരാണ്. അയാളും ലീയുടെ ഫോട്ടോ അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇവനെ കുറിച്ച് എന്താ അഭിപ്രായം? അവൻ ചതിക്കൊന്നും തോന്നുന്നില്ല. അങ്ങനെയുള്ള മുഖമാണ് അവന്റേത്. വില്ലൻ ജഡ്ജും പുറത്തേക്ക് പോകുമ്പോ ഒരു കാര്യം ആലോചിക്കുന്നുണ്ട്. ഇപ്പൊ എന്തായാലും മുൻപത്തെ പ്രസിഡന്റ് ഔട്ടാകാനായിട്ട് പോവുകയാണ്. അയാളുടെ മേലെ കേസൊക്കെ വരികയല്ലേ. അയാൾ പോയി കഴിഞ്ഞാൽ ആ ഒരു സ്ഥാനം ഇയാൾക്ക് ഏറ്റെടുക്കാമല്ലോ. അതിന്റെ സന്തോഷത്തിലാണ് അയാളിപ്പോ. മുൻപത്തെ പ്രസിഡന്റും ഈ പ്രോസിക്യൂട്ടേഴ്സിന്റെ തലപ്പത്തിരിക്കുന്ന ആളടുത്ത് വരുന്നുണ്ട്. അയാൾ ഇയാളുടെ ആളാണ്. എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാര്യങ്ങളൊക്കെ നമ്മുടെ കൈവിട്ട് പോയി. മീഡിയയില് ആ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതൊക്കെ കഴിയാൻ കുറച്ച് സമയം എന്തായാലും എടുക്കും. ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്ന വ്യാജാനെയാണ് ഇവിടേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. കുറച്ച് സമയം ഇവിടെ ഇരുന്നതിന് ശേഷം അയാൾ പോകും. ശേഷം മീഡിയക്കാരി ഒരു അന്വേഷണമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു അഡ്രസ് അന്വേഷിച്ച് അവള് വരുന്നുണ്ട്. അവിടെ ഒരു മുത്തശ്ശി അവളെ കാണുന്നുണ്ടായിരുന്നു. ആ സ്ഥലത്ത് ആരുമില്ല. ഹാൻ എന്ന ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇവിടെയല്ലേ താമസിക്കുന്നത്? ആ കുട്ടി ഇവിടെ ഇല്ല. അവനൊരു കാർ ആക്സിഡന്റിലും മരിച്ചുപോയി. അവളും ഷോക്ക് ആകുന്നുണ്ട്. അവളും ആ ഒരു വീട് തുറന്നു നോക്കുന്നുണ്ട്. മുത്തശ്ശിയും എപ്പോഴാ ഒരു റിപ്പോർട്ടർ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലം വന്ന് നോക്കി തുടങ്ങിയത്? ഇതേ അഡ്രസ്സിൽ ഒരു കോളേജ് സ്റ്റുഡന്റ്
താമസിക്കുന്നുണ്ടോ? ആ മരിച്ച പയ്യനില്ലേ, ഈ സമയമായിരുന്നെങ്കിൽ അവൻ കോളേജിൽ പഠിക്കാനുള്ള പ്രായമായിട്ടുണ്ടാവും. അവളും കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവരെ ഹാപ്പിനെസ് ഫൗണ്ടേഷന്റെ പിന്നാലെയായിരുന്നല്ലോ. അതിനകത്ത് ഏതൊക്കെ അക്കൗണ്ടിലേക്കാണ് പണം പോകുന്നത് എന്നുള്ളത് ഇവർക്ക് അറിയണമായിരുന്നു. അതിന്റെ അഡ്രസ്സ് തേടി പിടിച്ചാണ് മീഡിയക്കാരിയും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അവൾക്കൊരു കാര്യം മനസ്സിലായി. ആ അക്കൗണ്ട് ഉള്ളത് മരിച്ചവരോ കാണാതായ വ്യക്തികളുടെയോ പേരിലാണ്. ലിയും അവളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അവനും കളക്ട് ചെയ്ത കുറച്ച് കാര്യങ്ങൾ മീഡിയക്കാരിക്ക് കൊടുക്കുന്നുണ്ട്. ആ മുമ്പത്തെ പ്രസിഡന്റിലെ അയാളുടെ ഡ്രൈവറിന്റെ ഫോട്ടോസ് ആണിത്. ഒരു അക്കൗണ്ട് ഇയാളുടെ പേരിലുള്ളതാണ്. അതിലേക്കാണ് പണം പോകുന്നത്. മുൻപത്തെ പ്രസിഡന്റും ആരും ക്വസ്റ്റ്യൻ ചെയ്യാനില്ലാതെ ബോറടിച്ചിരിക്കുകയാണ്. പുലർച്ചെ 2 മണി വരെയാണ് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഇവരും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇയാള് ബോറടിച്ചിട്ട് അസിസ്റ്റന്റിനോട് സമയം എത്രയും ചോദിക്കുമ്പോൾ 1:20 ആയതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. 2 മണി വരെ നമ്മൾ ഇരിക്കണോ? എനിക്ക് താല്പര്യമില്ല, നമുക്ക് പോയാലോ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ആ സമയം മെയിൻ പ്രോസിക്യൂട്ടർ വന്ന് ആളെ തടയുന്നുണ്ട്. നമുക്ക് കുറച്ചു നേരം കൂടി ഇവിടെ ഇരുന്നേ മതിയാകൂ. മുൻപത്തെ പ്രസിഡന്റ് അത് കേൾക്കാതെ പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ ആള് വീണ്ടും തടയുന്നുണ്ട്. നിങ്ങളിപ്പോ ഒരു വിറ്റ്നസ് അല്ല, സസ്പെക്ട് ആണ്. ഒരു അറസ്റ്റ് വാറന്റ് ഇപ്പൊ റിലീസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫൗണ്ടേഷന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസിനെ പറ്റി കുറച്ച് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് ഇയാളിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു. അത് ഒറ്റിക്കൊടുത്തത് മറ്റാരും ആയിരുന്നില്ല, വില്ലൻ ജഡ്ജ് ആയിരുന്നു. ശേഷം ബേക്കും ഒരു കാര്യം ലിയോട് പറയുന്നുണ്ട്. ഞാൻ ചീഫ് ജസ്റ്റിസ് ആയപ്പോ എന്റെ ഒരു പൊസിഷൻ വേക്കന്റ് ആയിട്ട് കിടക്കുകയാണ്. അവിടേക്ക് ആ വില്ലൻ ജഡ്ജിനെ നിയമിക്കാനാണ് മുകളിൽ നിന്നുള്ള ഓർഡേഴ്സ്. അത് അങ്ങനെ തന്നെ നടക്കുന്നതാണ് നല്ലത്. അയാൾക്ക് പ്രൊമോഷൻ കൊടുത്ത് ആ ഒരു സീറ്റിലേക്ക് കൊണ്ടുവരണം. ബേക്കും ആ ഒരു ഷാഡോ ഗവൺമെന്റിന്റെ തലവൻ മുൻപത്തെ പ്രസിഡന്റ് തന്നെയാണല്ലേ? അതെ, ആ വില്ലൻ ജഡ്ജിന്റെ ലക്ഷ്യവും അയാളെ തകർക്കുക എന്നുള്ളതാണ്. ഈ ഫൈറ്റിന്റെ ഇടയിൽ ഇവർ രണ്ടുപേരിലും ആരെങ്കിലും വീഴും. ശേഷം വില്ലൻ ജഡ്ജും സെക്രട്ടറിയോടും ലിയോടും ഒരു കാര്യം പറയുന്നുണ്ട്. ഇന്ന് ഷാഡോ ഗവൺമെന്റിന്റെ ഒരു മീറ്റിംഗ് ഉണ്ട്, നമുക്ക് അവിടേക്ക് പോകണം. അങ്ങനെ ഇവര് അവിടേക്ക് പോകുന്നുണ്ട്. മറ്റുള്ള എല്ലാവരും അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. മുൻപത്തെ പ്രസിഡന്റിന്റെ കസേരയില് ഇപ്പോ വില്ലൻ ജഡ്ജാണ് ഇരിക്കുന്നത്. നമ്മുടെ ലീഡറെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. വില്ലൻ ജഡ്ജിനും നേരത്തെ ബേക്ക് പറഞ്ഞതുപോലെ പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലാവരും അയാളെയും അഭിനന്ദിക്കുന്നുണ്ട്. മുൻപത്തെ പ്രസിഡന്റിന്റെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഫോഴ്സിനെ നിയമിക്കാനായിട്ട് മെയിൻ പ്രോസിക്യൂട്ടറോടും വില്ലൻ ജഡ്ജി പറയുന്നുണ്ട്. മുൻപത്തെ പ്രസിഡന്റ് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ഇവരെല്ലാവരും ഉള്ളത്. ശേഷം ജീനിയും ടെസിക്കിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അവന് പറഞ്ഞിട്ടുണ്ടായിരുന്ന സമയം അവസാനിച്ചു. അയാളെയും അവളെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. മുൻപത്തെ പോലെ തന്നെ ഇവന്റെ സൈഡിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവനും അവളെ നിർബന്ധിക്കുന്നുണ്ട്. വില്ലൻ ജഡ്ജിന്റെ സെക്രട്ടറി ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ജീനയും ലിയോട് അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എവിടേക്കാണ് പോകുന്നതെന്ന് ലിയോടും അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവര് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. 7 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ 7 ദിവസവും ടെസിക്ക് ഗോൾഫ് കളിക്കുകയും സാധാരണ ആക്ടിവിറ്റി ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന കാര്യം ജോൺ ഹോയാണ് ലിയെ വിളിച്ച് പറയുന്നത്. ഈ 7 ദിവസവും ആളൊന്നും ചെയ്തില്ലേ? ജീനയെ ഉപദ്രവിക്കുമോ എന്നുള്ള പേടി ഇവർക്കുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ടെസിക്ക് ചെയ്തിട്ടില്ല. ഇപ്പതേ 7 ദിവസം കഴിഞ്ഞ് അയാൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതിലെന്തോ പന്തികേടുണ്ടല്ലോ എന്ന് ലിയ്ക്കും തോന്നുന്നുണ്ട്. ലിയും അവളുടെ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവള് ഫോണ് കാറിൽ വെച്ച് മറന്നിട്ടുണ്ടായിരുന്നു. ലീ അവളെ വിളിക്കുന്നുണ്ട്. ലീയും ഗസ് ചെയ്യുന്നുണ്ട്. 7 ദിവസം അവൻ പ്ലാൻ ചെയ്യുകയായിരുന്നു ജീനയുടെ മരണ വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ട്. ചോദ്യം ചെയ്യലിനായി ജയിലിലിരിക്കുന്ന സമയം അവളുടെ മരണ വാർത്ത അവന് കേൾക്കണമായിരുന്നു. അതാണ് അവന്റെ പ്ലാൻ. ജീനയും ഫോണ് കാറിൽ വെച്ച് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അത് ഓർക്കുന്നുണ്ട്. അങ്ങനെ അവളും അതെടുക്കാനായിട്ട് പോയിട്ട് തിരിച്ചു വരുന്ന സമയം അവളെ ആരോ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അത് ടെസിക്കിന്റെ ആളാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. പാർക്ക് ഇവളുടെ കയ്യിൽ കുറച്ച് ആയുധങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതുപയോഗിച്ച് അവളും അയാളെ വീഴ്ത്തുന്നുണ്ട്. ആ സമയം ചെറിയൊരു മുറിവ് അവൾക്കും പറ്റുന്നുണ്ട്. അയാളും അവളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നുണ്ട്. അവളും തിരിച്ചും ചെയ്യുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയം ലീയും അവിടേക്ക് എത്തി ജീനയെ രക്ഷിക്കുന്നുണ്ട്. ജോൺ ഹോയും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ശേഷം പോലീസുകാർ വന്ന് പ്രതിയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. പാർക്കും ഈ ഒരു സംഭവം കേട്ടിട്ട് ജീനയുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. ഇതെന്താ പറ്റിയേ? വേറെന്തെങ്കിലും മുറിവ് പറ്റിയോ എന്ന് പറഞ്ഞ് വളരെയധികം വിഷമിച്ച് അവളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ലീയും ജോൺ ഹോയും ഇത് മാറി നിന്ന് കാണുന്നുണ്ട്. അവൻ അവളോട് എന്തോ ഒരു അടുപ്പമുണ്ടെന്ന് ഇവർക്ക് മനസ്സിലാകുന്നുണ്ട്. പാർക്ക് തന്നെയാണ് അവളുടെ മുറിവ് വെച്ച് കെട്ടിക്കൊടുക്കുന്നത്. ഇവരും മുൻപത്തെ പ്രസിഡന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്തായാലും അയാള് പോയ സ്ഥിതിക്ക് വില്ലൻ ജഡ്ജും ആ ഷാഡോ ഗവൺമെന്റ് ഏറ്റെടുക്കാനുള്ള ശ്രമത്തിലാണ്. ആ സമയം മറ്റൊരിടത്ത് ഈ എസ് കൺസ്ട്രക്ഷന്റെ ചെയർമാനായ ജാങ്ങിനെ കുറിച്ച് അയാളുടെ സെക്രട്ടറി ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ജാങ് എന്ന് പറയുമ്പോൾ ടെസിക്കിന്റെ അച്ഛൻ കാണുമ്പോ അയാളെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി ആരോ ആ വീഡിയോ എടുപ്പിക്കുന്നത് പോലെയാണ് കാണിക്കുന്നത്. അയാൾക്കത് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. എന്നെ നിങ്ങൾ സംരക്ഷിക്കുമല്ലോ അല്ലേ? വില്ലൻ ജഡ്ജ് എനിക്ക് വാക്ക് തന്നിട്ടുള്ളതാണ്. അപ്പോഴാണ് വില്ലൻ ജഡ്ജിന്റെ സഹായി അവിടെ ഇരിക്കുന്നത് നമ്മളെ കാണിക്കുന്നത്. പിന്നീട് അവിടെ എന്താണ് നടന്നതെന്ന് നമ്മളെ കാണിക്കുന്നില്ല. ശേഷം ടെസിക്കിന്റെ ട്രയൽ നടക്കുകയാണ്. ജീനയും അവിടേക്ക് വരുന്നു. ജഡ്ജായിട്ടിരിക്കുന്നത് ലീ തന്നെയാണ്. ഒരു ബാങ്കിൽ ഇയാളും കള്ളപ്പണം നിക്ഷേപിച്ചിട്ടുണ്ട്, അതിന്റെ തെളിവ് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ ജീനയും പറയുന്നുണ്ട്. അപ്പോഴാണ് ടെസിക്കും വക്കീലിനോട് ഒരു കാര്യം ചോദിക്കുന്നത്. ഇവന്റെ അച്ഛൻ അയാളുടെ സെക്രട്ടറിയോട് അയാളാണ് എല്ലാം ചെയ്തതെന്ന് വരുത്തി തീർക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെസിക്കിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അയാളെയാണ് ആ വില്ലൻ ജഡ്ജിന്റെ സഹായി അവിടെ പിടിച്ചു വെച്ച് വീഡിയോ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അയാളെ കാണാനില്ലല്ലോ എന്ന് വക്കീലിനോടും ചോദിക്കുന്നുണ്ട്. ഒരു വിറ്റ്നസിനെ കൊണ്ടുവരുവാനായി ജീനയും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. വിറ്റ്നസ് നേരിട്ട് വരില്ല, വീഡിയോ കോളിലൂടെ
ധൈര്യത്തോടെയാണ് വരുന്നതെന്ന് പറയുന്നുണ്ട്. ഞാൻ എസ് കൺസ്ട്രക്ഷന്റെ ചെയർമാന്റെ സെക്രട്ടറിയാണ്. ആദ്യമേ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ജെസ്സിക്ക് ഒരുപാട് കള്ളപ്പണം അവിടെ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അയാളും ഇവരും തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങള് അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും വ്യക്തമാണ് ഇയാള് ഇല്ലീഗലി കള്ളപ്പണം ആ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ജീനയെ വകവരുത്താനുള്ള ആളെ കണ്ടെത്താനായിട്ട് പറയുന്നതും അതിനകത്ത് റെക്കോർഡായിട്ടുണ്ട്. അത് അവിടെ എല്ലാവരും കേൾക്കുന്നുണ്ട്. മറ്റേ ആള് വീഡിയോ ചെയ്ത് കഴിഞ്ഞാലുടൻ തന്നെ വില്ലൻ ജഡ്ജിന്റെ സഹായി കൊല്ലാനായിട്ട് നോക്കുകയാണ്. ജീനയും 20 വർഷം തടവ് ശിക്ഷയും 20 ബില്യൺ വോൺ പിഴയായും ഇയാൾക്ക് കൊടുക്കണമെന്ന് ജഡ്ജിനോടും പറയുന്നുണ്ട്. എന്നിട്ട് അവൾക്ക് പറ്റിയ മുറിവും അവിടെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നെ കൊല്ലാൻ ശ്രമിച്ച ആ ഒരു കേസിനും ഞാൻ നിങ്ങളെ അകത്താക്കുന്നതാണ്. ജെസ്സിക്കും അവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. എന്താ ചെയ്യുന്നത്? ഇതെല്ലാം കെട്ടിച്ചമച്ചതാണ്. നീ ശരിക്കും എന്റെ വക്കീല് തന്നെയാണോടാ എന്ന് പറഞ്ഞിട്ട് ലീയുടെ പഴയ അളിയനെയും അയാൾ അടിക്കുന്നുണ്ട്. നിനക്കെതിരെ ഞാൻ കേസ് കൊടുക്കുമടാ എന്ന് വക്കീലും പറയുന്നുണ്ട്. ആ വീഡിയോ എടുക്കുന്ന ആ ഒരാളെ ഒരു അപ്പാർട്ട്മെന്റില് പാർപ്പിച്ചിരിക്കുകയാണെന്ന് പാർക്കിന് അറിയാമായിരുന്നു. അയാളെ വില്ലൻ ജഡ്ജിന് സഹായിയും കൊല്ലാനുള്ള ശ്രമത്തിലായിരുന്നു. പാർക്ക് അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവർ തമ്മിൽ ഫൈറ്റ് നടക്കുന്നു. ആ വില്ലൻ ജഡ്ജിന്റെ സഹായി വലിയൊരു ഫൈറ്ററാണ്. പാർക്കിന് പിടിച്ചു നിൽക്കാനേ കഴിയുന്നില്ല. ഇതിനു മുന്നേ ഒരു പ്രാവശ്യം അയാളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടതാണ്. ആ സമയം ആ വീഡിയോ എടുത്ത ആള് ആ വില്ലൻ ജഡ്ജിന്റെ സഹായിയുടെ തലയിലിട്ട് ഒരു അടി വെച്ചു കൊടുക്കുന്നുണ്ട്. അയാളും ബോധം കെട്ട് വീഴുന്നു. വില്ലൻ ജഡ്ജും അവന്റെ മരണ വാർത്ത അറിയാൻ വേണ്ടിയിട്ട് അവിടെ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് സെക്രട്ടറി അവിടേക്ക് വന്നിട്ട് നമുക്കൊരു പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം വില്ലൻ ജഡ്ജിനോട് പറയുന്നത്. വില്ലൻ ജഡ്ജിന്റെ സഹായി ഇപ്പോ ഹോസ്പിറ്റലില് കോമയിലാണ് എന്ന് കാണിക്കുന്നുണ്ട്. ശേഷം ടെസിക്കിന്റെ അവസാനത്തെ ട്രയൽ നടക്കുകയാണ്. ജഡ്ജിമാരെല്ലാവരും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇയാൾക്ക് എന്ത് ശിക്ഷ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ലീയാണ് വിധി പ്രഖ്യാപിക്കാനായിട്ട് പോകുന്നത്. ഈ കോടതി വിധിക്കുകയാണ്. ടെസിക്കിന് 20 വർഷം കഠിന തടവും 20 ബില്യൺ വോൺ പിഴയും ലഭിക്കുകയാണ്. കഴിഞ്ഞ ജന്മത്തിൽ 10 വർഷം കഠിന ശിക്ഷയും 24 ബില്യൺ വോൺ പിഴയായിട്ടുമാണ് ഇവൻ വിധിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ പേരിൽ ഇവനെ ആ വില്ലൻ ജഡ്ജ് കൊന്നുകളയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്തവണ അതിൽ ഇവൻ വിജയിച്ചു. ആ ഒരു വിധി കേട്ടപ്പോ ജീനയ്ക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടായിരുന്നു. ലീയും അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവൾക്ക് ആ വിധി ഓക്കെ ആയിരുന്നു എന്ന് ലീക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ കോടതിയോട് അവൾക്ക് വളരെ അഭിമാനം തോന്നുന്നുണ്ട്. എന്നിട്ട് അവള് അച്ഛൻ്റെ അടുത്ത് പോകുന്നുണ്ട്. അവിടെ നടന്ന സംഭവങ്ങളൊക്കെ അച്ഛനോടും പറയുന്നുണ്ട്. പക്ഷെ അച്ഛൻ അത് കേൾക്കില്ല. അയാളിപ്പോ കോമ സ്റ്റേജിലാണല്ലോ ഉള്ളത്. അങ്ങനെ ഒരു കോടതിയില് ഒരുപാട് തെളിവുകൾ കിട്ടിയതോടെ അന്വേഷണം ടെസിക്കിന്റെ അച്ഛന് നേർക്കുമുണ്ടായിരുന്നു. ജീനയും സംഘവും അയാളുടെ ഓഫീസും പരിശോധിക്കുന്നുണ്ട്. ടെസിക്കിന്റെ അച്ഛനെയും അവള് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇക്കാര്യം പാർക്ക് ലീയെ വിളിച്ച് പറയുന്നുണ്ട്. ഇവള് വലിയ വലിയ ആൾക്കാരെ പിടികൂടിയത് കൊണ്ട് തന്നെ ഇവളെ ഇവിടെ നിന്നും ട്രാൻസ്ഫർ ചെയ്യിക്കാനുള്ള ശ്രമമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവൾക്കും ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ലീയും അവളെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവളും അവിടെ നിന്ന് പോകാനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ്. അവനും അവളെ സഹായിക്കുന്നു. പാർക്കിനും ഇവിടെ നിന്നും ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടായിരുന്നു. വലിയ വലിയ ആൾക്കാരല്ലേ ഇവര് തൊട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത്. പാർക്കും ലീയോട് യാത്ര പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പൊ ലീ ഒരു കാര്യം പറയുന്നുണ്ട്. നീ എവിടെ പോയാലും തിരികെ ഇവിടെ തന്നെ ഉടനെ വരുന്നതാണ്. പാർക്കിനൊന്നും മനസ്സിലാവില്ല. ഞാൻ വരാൻ പോവുകയാണെന്നോ നിങ്ങൾ എന്ത് ഉദ്ദേശിക്കുന്നത്? ലീ അവനോടൊന്നും തന്നെ പറയില്ല. അവനും ലീയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ശേഷം കാണിക്കുന്നത് ഷാഡോ ഗവൺമെന്റിലേക്ക് അവിടെയുള്ള മറ്റുള്ളവര് എത്തുന്നതാണ്. അവിടേക്ക് മുൻപത്തെ പ്രസിഡന്റ് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അയാൾക്കായിട്ടുള്ള ഒരു വെൽക്കം പാർട്ടി ആയിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.